പോർച്ചുഗീസിൻ്റെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അന്നത്തെ ആദിവാസികളെ കൊണ്ട് അവിടുത്തെ ആദിവാസികളെ കൊണ്ട് മുളയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണ് പുട്ട്. കേരളത്തിലെ ഒരു സ്ഥിതികൾ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു സ്ത്രീ സംരംഭയ്ക്ക് ഉയർന്നു വരണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കേരളത്തിൽ. അപ്പോൾ അതിനൊന്നും റെക്ടിഫൈ ചെയ്യാൻ എന്നെ പോലുള്ള ഒരു സാധാരണ സ്ത്രീക്ക് സാധിക്കില്ല. ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലോകത്ത് ആരും എന്നെ ശ്രദ്ധിക്കില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ആളുകൾ എന്നെ ശ്രദ്ധിക്കും. ഞാൻ വൃത്തിയുള്ള ഡ്രസ്സാണോ ഇട്ടത്, ഞാൻ മോഡേൺ ആയിട്ടാണോ നടക്കുന്നത്, ഞാൻ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ എന്നെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൻ്റെ ആരോഗ്യത്തിനെക്കുറിച്ച്. ലോകത്തൊരാളും ഒരാളുടെ ആരോഗ്യത്തിനെക്കുറിച്ച് ശ്രദ്ധിക്കും. നമസ്കാരം, ഡീറ്റെയിൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി വിറകടുപ്പിൻ്റെ ചൂടിൽ കയറിൽ തൂങ്ങി നിന്ന് ദോശ ചുട്ട് വിളമ്പി തുടങ്ങിയ കേരളത്തിലെ ആദ്യകാല വനിതാ സംരംഭകരിൽ ഒരാളാണ്. 1980കളിലൊക്കെ ഒരു മലയാളി സ്ത്രീ പാചകക്കാരിയായി ഹോട്ടലിൽ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് മലയാളികളുടെ ചിന്തയ്ക്ക് അതീതമായ കാര്യമായിരുന്നു. അക്കാലത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടി തൻ്റെ മുഖമുദ്ര പതിപ്പിച്ച ഈ വനിതാ രത്നം പിൽക്കാലത്ത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഷെഫായി. ഇപ്പോൾ UAE-യിലെത്തി ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചിരിക്കുകയാണ് ഈ വനിതാ രത്നം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണ വീട്ടമ്മ മുതൽ ചെറിയ സംരംഭങ്ങൾ ചെയ്തിരുന്ന സ്ത്രീകളാണ് അബുദാബിയിലുള്ള ഈ റെസ്റ്റോറൻറ്റിലെ തൊഴിലാളികൾ. കേരളത്തിലെ രുചിയുടെ വിപ്ലവത്തിന് മുന്നിൽ നിന്ന് നയിച്ച ഷെഫ് ലത കുനിയിലാണ് നമ്മുടെ അതിഥി. ഷെഫ് ലത, സ്വാഗതം. നമസ്കാരം. ഞങ്ങളെയൊക്കെ പോലെ തന്നെ പ്രവാസിയായിട്ട് ഒരുപാട് നാള് പ്രവാസി മലയാളി ഇവിടെ ജീവിച്ച ആളാണ്. ഈ ഒരു ഗൾഫ് ജീവിതം ഷെഫിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഗൾഫിൽ ശരിക്കും ഞാൻ വന്നത് എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറി ഞാനൊരു ലെവലിലെത്തുകയാണെങ്കിൽ ഈ UAE-യിൽ തന്നെ എൻ്റെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണമെന്ന്. അതെനിക്ക് ദൈവം സഹായിച്ചിട്ട് സാധിക്കാൻ പറ്റി. അന്ന് ഞാനൊരു തൊഴിൽ അന്വേഷകയും അതല്ലെങ്കിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരുന്നു. ഇന്നെനിക്ക് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊരു 37 വർഷത്തിൻ്റെ ഒരു മാറ്റമാണത്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാനത് ആഗ്രഹിച്ചിരുന്നു, ഞാനത് സ്വപ്നം കണ്ടിരുന്നു. എപ്പോഴും ഞാൻ സ്വപ്നങ്ങൾ മാത്രമേ കാണാറുള്ളൂ, അതുപോലെ തന്നെ ആഗ്രഹിക്കൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത്യാഗ്രഹങ്ങളൊന്നും അന്നും എനിക്കില്ല, ഇന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സംരംഭത്തിലേക്ക് എത്തിയപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഭയങ്കര സന്തോഷവതിയാണ്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സമ്പാദിക്കണമെന്നോ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. ഒരു ഹോട്ടൽ, അതും സാധാരണ സ്ത്രീകളെ വെച്ചുകൊണ്ട് സാധാരണയിൽ സാധാരണക്കാരിയായ ഞാൻ അന്നത്തെ സാധാരണ വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്നെനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റാത്ത ഡിവോഴ്സ് ആയവരുണ്ട്, ജീവിതത്തിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അങ്ങനെ അവരെയൊക്കെ കൊണ്ടുവന്ന് UAE പോലെയുള്ള ഒരു കൺട്രിയിൽ അവരെത്തുക എന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് ഞാൻ തന്നെ ട്രെയിൻ ചെയ്തത്. ഞാൻ എൻ്റെ ഓഫ് ഡേയിൽ പോയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത്, ഒരു ഹോട്ടലിലല്ലല്ലോ അവർ ജോലി ചെയ്തത്. അപ്പോൾ അവർക്ക് ഹോട്ടൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്ത് എൻ്റെ മെനു ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്ത് അങ്ങനെയാണ് ഇപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് അവിടെ ഇത്രയൊരു നല്ല നിലയിൽ എത്തിയത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല 1 വർഷം കൊണ്ട് അത് ഈ ഒരു ലെവലിൽ എത്തുമെന്ന്. ഒരു 10 ദിവസത്തെ ചെറിയ അവധിയാണ്. അതെ അതെ അതെ. ഈ ലതജിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 37 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അനുഭവിച്ചത് മറ്റൊരു സ്ത്രീ അതിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർക്കൊരു കൈത്താങ്ങ്, ആ ഒരു ചിന്തയുണ്ടല്ലോ. എങ്ങനെയായിരുന്നു ഈ സെലക്ഷൻ പ്രോസസ്സ്, ഈ ഓരോ ഷെഫിനെയും ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള? ഇവരെ ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ, ഓരോരോ യാത്രയിലും ഞാൻ ചെറിയ ചെറിയ കടകളിൽ കയറുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ അവിടെ നമ്മുടെ ചായയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷെഫിനെ നമ്മൾ സെലക്ട് ചെയ്തത്. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരെ സ്ഥിരം ഞാൻ തൃശ്ശൂർ വഴി ഒക്കെയാണ് പോവാറ്. തൃശ്ശൂർക്കാരിയായിരുന്നു അവർ. അപ്പോൾ ഇവരുടെ കടയിൽ നിന്നായിരുന്നു ചായ കുടിക്കാറ്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ തന്നെ നിൽക്കാനാണോ, അതല്ലെങ്കിൽ അല്ല എനിക്ക് പുറത്തു പോയിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ നമുക്ക് നോക്കാം. അതൊരു 1-2 വർഷം മുമ്പുള്ള കാര്യമാണ്. ഒരിക്കൽ പോലും ഞാൻ UAE-യിൽ ഒരു ഹോട്ടലിനെ കുറിച്ച് ചിന്തിക്കാത്തൊരു സമയമാണ്. ഒരിക്കലും ഇവിടെ ഒരു ഹോട്ടൽ എടുക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അങ്ങനെ പല ആളുകളും നമ്മളെ സമീപിച്ചു. എത്ര വർഷമായി ഇങ്ങനെ ഒരു ചിന്ത തുടങ്ങിയിട്ട്? എനിക്കും 7 വർഷത്തെ ചിന്തയാണ്.
7 വർഷത്തെ കണ്ണൂരിലായിരുന്നു ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ അന്ന് ഞങ്ങളൊരു ലതാസ് കിച്ചൻ എന്നുള്ള ഒരു ഡ്രീം നമുക്ക് വന്നത്. പക്ഷേ അതവിടെ ആ ഒരു സ്ഥലത്ത് നമുക്കത് സക്സസ് ആക്കാൻ പറ്റിയില്ല. നമ്മളത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചേ ഉള്ളൂ. ഒരു 1 വീക്കിൽ നമ്മളവിടെ ഇങ്ങനെ ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നു ഇവിടെ. അപ്പം പിന്നെ അതവിടെ തന്നെ വെച്ചിട്ട് ആ ഒരു മാനേജർ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഹോട്ടലിൻ്റെ മാനേജർ. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു സംരംഭത്തിൻ്റെ ശരിക്കും പിന്നിൽ പ്രവർത്തിച്ചത്. അങ്ങനെ നമുക്ക് ഫിനാൻസറെ കാണണം. നമ്മുടെ കയ്യിൽ ഫിനാൻസ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് ഈ ജോലിയും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ, നമ്മൾ ഒരുപാട് ഫിനാൻസ് ഒന്നുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോഴും ഞാൻ ഇതിന് ഫിനാൻസറെ കാണണം. അങ്ങനെ ഒരു ഫിനാൻസറെ കിട്ടി. ആളാണ് അതിൻ്റെ പണം മുഴുവൻ ചിലവഴിച്ചത്. പിന്നെ മകൾ ഇവിടെ ഉള്ളതുകൊണ്ട് മകളും മരുമകനും ഒക്കെ ഇവിടെ തന്നെയാണ്, അബുദാബി തന്നെയാണ്. അവരുടെ ഒരു സപ്പോർട്ടും കൂടി ഇതിലുണ്ട്. കാരണം ഞാൻ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അതെൻ്റെ ഹോട്ടലിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു വലിയൊരു ഇതായിട്ടുണ്ട്. കാരണം അത് അവർ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം മോള് ടേസ്റ്റ് ചെയ്യും. മോള് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. അവൾ പോയി ടേസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പോരാഴിക്കണ്ടേ അപ്പം തന്നെ എന്നെ അറിയിക്കും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ സ്ത്രീകളെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് വേറൊരു പെൺകുട്ടി തിരുവനന്തപുരത്തേക്ക് കല്യാണം കഴിച്ചുകൊണ്ട ഒരു പെൺകുട്ടിയാണ്. അവൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് പിന്നെ ഞാൻ ട്രെയിനിങ് എൻ്റെ ഹയാത്തിൽ തന്നെ നിർത്തിയിട്ടാണ് ഞാൻ ആ കുട്ടിക്ക് ട്രെയിനിങ് കൊടുത്തത്. പിന്നെ അവൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട്, എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഓപ്പൺ ആവുന്നുണ്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്തോ ഭാഗ്യം 1 വർഷം കൊണ്ട് നമുക്ക് ആ ഒരു ഡ്രീം സക്സസ് ആക്കാൻ പറ്റി. അങ്ങനെയാണ് ഓരോരുത്തരും ഓരോ പെൺകുട്ടികളും അവിടെ. ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം 10-14ഓളം പെൺകുട്ടികൾ തന്നെയാണ് സർവീസിലായിട്ടും കിച്ചണിലായിട്ടും. ഹെഡ് ഷെഫും സ്ത്രീയാണ്. അതെ അതെ, സ്ത്രീകളാണ്. അപ്പം ഇനിയിപ്പോൾ ബാങ്കറ്റ് തുടങ്ങുമ്പം നമുക്ക് പുരുഷന്മാരെ എടുത്തേ പറ്റൂ. കാരണം അത്രയും ഹെവി വർക്ക് നമുക്ക് സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അവിടെ ശരിക്കും വർക്ക് ഫോഴ്സ് എത്ര പേരുണ്ട്, എത്ര സ്ത്രീകളുണ്ട് അതിൽ? അവിടെ 14 സ്ത്രീകളോളം ഉണ്ട്. 14 സ്ത്രീകളും ബാക്കി ആൺകുട്ടികളും. ഒരു 10-23-26ഓളം സ്റ്റാഫ് ഉണ്ട് നമുക്ക് അവിടെ. ഷെഫ് ലത ഇപ്പോൾ കൊച്ചി ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്തിലെ മലബാർ കഫേയുടെ ഷെഫ് ഡി ക്യുസീനാണ്. അപ്പം ചെറിയ ചുവടുവെപ്പുകളിൽ നിന്ന് വലിയ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും അന്ന് പിന്നിട്ട വഴികൾ, കഷ്ടപ്പാടുകൾ, അത് ചലഞ്ചിങ് ആയിട്ടാണ് മാം കണ്ടിട്ടുള്ളത്. ഞാൻ എപ്പോഴും എൻ്റെ ഓരോ തോൽവിയെയും ഞാൻ എൻ്റെ മോട്ടിവേഷനായിട്ട് കാണുന്ന ഒരാളാണ്. ഞാൻ എവിടെ എനിക്ക് എന്തൊക്കെ പരാജയം ഉണ്ടായോ, എവിടെ വിഷമങ്ങളുണ്ടായോ, ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാറില്ല. അതെൻ്റെ മോട്ടിവേഷനായിട്ട് മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഇപ്പോൾ ഈ ഒരു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ പോലും എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതിനെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടേ കാണാറുള്ളൂ. നെഗറ്റീവായിട്ട് ഞാൻ ഒന്നിനെയും കാണാറില്ല. എപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കാറുമില്ല. ഞാൻ സ്ത്രീകളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മളെന്നും മാനിനെ പോലെ ആവരുത്, ചീറ്റയെ പോലെ ആവണം. കാരണം മാനും ചീറ്റയും വെച്ച് നോക്കുമ്പം മാനിനേക്കാളും സ്പീഡ് കൂടുതൽ ചീറ്റയ്ക്കാണ്. പക്ഷേ മാനാണ് എപ്പോഴും ചീറ്റയുടെ ഇരവാറ്. അത് എന്തുകൊണ്ടാണ്? മാൻ തിരിഞ്ഞു നോക്കുന്നതുകൊണ്ടാണ്. ഞാൻ അതേപോലെയാണ്, ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എപ്പോഴും നമ്മൾ വീഴാൻ പോകും. കാരണം അതിൻ്റെ ആ ഒരു പഴയ ഞാൻ ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചോ. കാരണം മലയുടെ മുകളിൽ കയറി നിൽക്കുന്ന ഒരാൾ താഴേക്ക് നോക്കുമ്പം എനിക്ക് ഭയാനകമായിട്ടാണ് ചിന്തിക്കാൻ തോന്നുക. അയ്യോ, ഇത്രയും മുകളിലാണോ ഞാൻ നിൽക്കുന്നത്? ഞാൻ ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ലതപാചകം എന്നുള്ള 350-ഓളം സാധാരണ വളരെ പഴക്കമുള്ള ഓലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പഴയ ആളുകളുടെ അടുത്ത് എൻ്റെ ട്രാവലിങ്ങിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കിട്ടിയ റെസിപ്പികളെ ഞാൻ എൻ്റേതായ രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഏതാൾക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള, കഞ്ഞിവെള്ളം പോലും ഒഴിവാക്കേണ്ട എന്നുള്ള രീതിയിലുള്ള കഞ്ഞിവെള്ളം കൊണ്ടുള്ള സൂപ്പുകൾ, അങ്ങനെ ഒത്തിരി റെസിപ്പീസ് അതിനകത്തുണ്ട്. സാധാരണക്കാർക്ക് അത് ഒരുപാട് കോപ്പി വിറ്റൊഴിഞ്ഞൊരു പുസ്തകമാണ്. 1 വർഷം ശരിക്കും മലയാളിയുടെ ആഹാരശീലം നോക്കുകയാണെങ്കിൽ 3 നേരം അരി കൊണ്ട് ഇങ്ങനെ കഴിക്കുന്നത്. ശരിക്കും അത് എന്താ ശരിക്കും മലയാളിയുടെ ആഹാരശീലം എങ്ങനെയാണ് മാറ്റേണ്ടത്? ശരിക്കും മലയാളിയുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തിയാൽ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളെ തടയാൻ പറ്റും. നമ്മൾ വെളുത്ത അരിയും പഞ്ചസാരയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്. ഏകദേശം ഒരു മലയാളിയുടെ ഒരു വീട്ടിൽ ഒരു എന്ത് ഫംഗ്ഷന് പോയാലും ഒരു ഡെസേർട്ട് നിർബന്ധമാണ്. അത് പായസം തന്നെ വേണം, അല്ലേ? പായസം എന്ന് പറയുമ്പോൾ അതിൽ 75% എന്ന് പറഞ്ഞാൽ ഷുഗറാണ്. ബാക്കി കുറച്ച് കണ്ടന്റുകൾ മാത്രമല്ല പാലും ബാക്കിയുള്ള സാധനങ്ങളും ചേരുന്നത്. എന്നാലും മധുരം കുറവാണെന്ന് പറയുന്ന ഒരു മലയാളി, അല്ലേ? പിന്നെ ഉള്ളത് അരിയാണ്. അരിയാഹാരം നമ്മളുടെ ഒഴിച്ചുകൂടാനും 3 നേരമല്ല 4 നേരം അരി കഴിക്കുന്നവരാണ്. രാവിലെ ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട് ഇതെല്ലാം അരി കൊണ്ടുള്ളതാണ്. അതിൽ ഫെർമെൻറ്റ് ചെയ്ത് കഴിക്കുന്ന സാധനമാണ് ഇഡ്ഡലി, ദോശ എന്നുള്ളത്. അതിൽ കുറച്ചൊരു ഉഴുന്നും കൂടി ചേരുന്നതുകൊണ്ട് കുറച്ച് കാബ്സിൻ്റെ കണ്ടന്റ് കുറച്ച് കുറയുന്നേ ഉള്ളൂ. മറ്റതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് റൈസാണ്, ചോറ്. പിന്നെ വീറ്റാണെങ്കിൽ പോലും വീറ്റിൽ 50 ഗ്രാം വീറ്റിലും 50 ഗ്രാം റൈസിലും സ്റ്റാർച്ചിൻ്റെ അളവ് ഒന്ന് തന്നെയാണ്. കാരണം ഫൈബർ കണ്ടന്റ് കുറച്ച് ഗോതമ്പിലുള്ളത് കൊണ്ട്
ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും. അരി അതല്ല, പെട്ടെന്ന് ദഹിച്ചു പോകും. അപ്പം നമുക്ക് അതിൻ്റെ ഒന്നും അത്രയും കലോറിയുടെ ആവശ്യമില്ലല്ലോ, അത്രയും കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മൾ മില്ലറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ 600-700 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൽ ആരും അരിഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അരിയൊക്കെ പുറത്തുനിന്ന് വന്നതല്ലേ, എല്ലാ സാധനങ്ങളും നമുക്ക് പുറത്തുനിന്ന് വന്നതാണ്. നമുക്കുണ്ടായിരുന്ന ചാമ, ചോളം, രാഗി, അത് വളരെ ഹെൽത്തി ആയിട്ട് അന്ന് നമ്മൾ അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നടക്കുന്നില്ല. അപ്പോൾ അതൊന്നും നമുക്ക് അലിഞ്ഞു പോകണ്ടേ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇത് ഒഴിവാവണ്ടേ. ഒഴിവാവാതെ അത് ഡബ് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ തന്നെ. ഫാറ്റായി മാറ്റുന്നുണ്ട്, കൊളസ്ട്രോൾ വരുന്നുണ്ട്, പിന്നെ ഹാർട്ട് അറ്റാക്ക് വരും, പല പല രീതിയിലുള്ള അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതൊരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും മില്ലറ്റുകളെ നമ്മൾ ആശ്രയിച്ച് കഴിഞ്ഞാൽ. മില്ലറ്റുകളും വെജിറ്റബിളും തൈരും നമ്മളൊരു ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കൊരു ദിവസത്തേക്ക് വേണ്ട എല്ലാം ആയി അതിൽ. യു എയുടെ ഇവിടുത്തെ ഒരു ലോക്കൽ ഭക്ഷണ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ സാലഡ്സ് കൂടുതൽ, ഇല വർഗ്ഗങ്ങൾ കൂടുതൽ. ഇവിടെ ജോലി ചെയ്ത സമയത്ത് മാം ഇതൊക്കെ കണ്ട് തിരിച്ച് കേരളത്തിലേക്ക് പോയപ്പോൾ എന്താണ് കൂടെ കൂട്ടിയത്? അതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ഗുണം എന്താ വെച്ചാൽ, ഞാൻ ഭക്ഷണം, പിള്ളേർ പറയും എന്നോട്, അമ്മ എന്താ ഭക്ഷണം കഴിക്കാത്തത്? എനിക്ക് വേണ്ട ഭക്ഷണം എനിക്കറിയാം. ഇത്ര കഴിച്ചാൽ, അതിൽ കൂടുതൽ കഴിച്ചാൽ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ ഇവിടുന്ന് ശീലിച്ചിരുന്നതാണ്, ഒരു 7 മണിയാകുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാണ്ടായി. അപ്പോൾ ആ ഒരു 7 മണിയാവത്തെ ഭക്ഷണം കഴിക്കാണ്ടായപ്പോൾ പിന്നെ അത് 5 മണിയാകുമ്പം കഴിക്കാണ്ടായി. കാരണം എൻ്റെ ഡ്യൂട്ടി ടൈം മാറി, 5 മണി വരെയുള്ള ഡ്യൂട്ടിയായി. അപ്പോൾ ഇപ്പോഴും ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറില്ല. വളരെ നിർബന്ധിച്ച് ഫ്രണ്ട്സും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒക്കേഷനിൽ മാത്രമേ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറ്. അല്ലെങ്കിൽ ഞാൻ വെറുതെ കിടക്കുക ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ കിടക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അരി ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. ഷുഗർ എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തായിരുന്നു. ഞാൻ കോഫി, ടീ ഒക്കെ ഡബിൾ ഷുഗർ ഇടണം എനിക്ക്. സാഷേ 2 എണ്ണം കൊണ്ട് വെച്ചാൽ എനിക്ക് തികയില്ല. ഞാനൊരു 4 സാഷ ഇട്ടിട്ടാണ് ഒരു 200 ml ചായ കുടിക്കുക. അപ്പോൾ അതൊക്കെ മാറി എനിക്ക്. ഷുഗർ ഇല്ലാണ്ട് ഞാൻ ചായ കുടിക്കാൻ പഠിച്ചു. പിന്നെ ഈ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഒഴിവാക്കി. കാപ്സ് ഞാൻ വളരെ ഒഴിവാക്കി. ചോറ് ഞാൻ എന്നെ കഴിക്കുന്നതിൻ്റെ 4 ഭാഗമാക്കി കുറച്ച്. ഒരു നേരം കഴിക്കാറായി. അത് ചിലപ്പോൾ ഒരു നേരം ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ സലാഡോ ഫ്രൂട്ട്സോ കഴിച്ചിട്ട് ഞാൻ ആ ദിവസം നീക്കും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിങ്. ഇവിടെ നിന്നുകൊണ്ടാണ് ആ പഠിച്ചത്. ഫാസ്റ്റിങ് പഠിച്ചത് ഇവിടെ നിന്നിട്ടാണ്. ഭക്ഷണം ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നു ചിന്തിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ 30 days ഇവിടെ ഞാൻ നോയമ്പെടുക്കുമായിരുന്നു. ഇവിടെ നിന്ന് 30 days ഞാൻ നോയമ്പെടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ കുറേ ഗുണങ്ങൾ എനിക്ക് കിട്ടി. അത് മാത്രമല്ല, എന്നെ ഞാനാക്കിയ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ ലെവലിലേക്ക് വന്നത് യു എ ആണ് എന്നെ. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു സിഗ്നേച്ചർ തെളിയിക്കാൻ പറ്റിയത് യു എയിലാണ്. ഇപ്പം ലതാസ് കിച്ചൻ യു എയിൽ, അബുദാബിയിൽ അറിയാത്ത ആളുകളില്ല. അപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് എന്നെ സഹായിച്ചത് യു എ തന്നെയാണ്. എന്തുകൊണ്ടാണ് മാം കേരളത്തിലൊന്ന് തുടങ്ങാതെ ഇവിടെ എന്നുള്ള ഒരു ചിന്ത? കേരളത്തിലെ ഒരു സ്ഥിതികൾ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു സ്ത്രീക്ക്, ഒരു സ്ത്രീ സംരംഭയ്ക്ക് ഉയർന്നു വരണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കേരളത്തിൽ. അപ്പോൾ അതിനെയൊന്നും റെക്ടിഫൈ ചെയ്യാൻ എന്നെ പോലുള്ള ഒരു സാധാരണ സ്ത്രീക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് യു എയിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ. കേരളത്തിൽ തുടങ്ങില്ല എന്നല്ല, കേരളത്തിൽ തുടങ്ങണം. അതും ഇതേപോലെയുള്ള, ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ 60 വയസ്സുള്ള സ്ത്രീകളെ വെച്ചുകൊണ്ട് ഒരു റെസ്റ്റോറൻ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രായമുള്ള സ്ത്രീകളെ, അവരിൽ ഒരുപാട് പഴയ ഈ 60 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു 60 വയസ്സുള്ള ഒരു പാചകക്കാരിയുടെ കയ്യിൽ, ഒരു പാചകക്കാരൻ്റെ കയ്യിലുള്ളതൊന്നും ഇന്നത്തെ യൂത്തിൻ്റെ കയ്യിലില്ല. അത് അവരുണ്ടാക്കിയ ഭക്ഷണം വളരെ ഹെൽത്തി ആയിരുന്നു. നമ്മുടെ പാചകത്തിലെ സോത്തേ ചെയ്തിട്ടുള്ള ഭക്ഷണ ശൈലിയില്ല. ഓയിൽ ഒഴിച്ചിട്ട് സോത്തേ ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പം ഭക്ഷണം ഉണ്ടാക്കുന്നത്. കേരളത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കേരളത്തിന് സ്വന്തമായൊരു ഭക്ഷണ സംസ്കാരം ഇല്ല എന്നുള്ള മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. കേരളത്തിലെല്ലാം കടമെടുത്തത്. നമ്മൾ വളരെ അഹങ്കരിക്കുന്ന ഒരു സാധനം പുട്ട്. പോർച്ചുഗീസിൻ്റെയാണ് പുട്ട്. പോർച്ചുഗീസിൻ്റെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അന്നത്തെ ആദിവാസികളെ കൊണ്ട് മുളയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണ് പുട്ട്. പിന്നെ നമ്മളെ കേരളത്തിന്റെ തനതായ വിഭവമായി മാറിയത്. കേരളത്തിൽ തേങ്ങ ഉള്ളതുകൊണ്ട്, തേങ്ങ ഇട്ടുകൊണ്ട് പുട്ട് കേരളത്തിന്റെ തനതായ വിഭവമായി മാറി. അല്ലാണ്ട് അങ്ങനെ ഓരോന്നും. അതിപ്പോ ഈ വടക്കൻ കേരളത്തിൽ സഞ്ചരിക്കുമ്പോഴേ ഓരോ 10 മീറ്ററിലും ഇവിടെ കുഴിമന്തി ലഭ്യമാണെന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇതെന്താന്ന് ഞാൻ പണ്ട് എനിക്ക് അറിയില്ലായിരുന്നു, ഇത് എന്താ ഈ കുഴിമന്തി. അതുപോലെ തന്നെ എല്ലാം കേരളം അങ്ങ് എടുക്കും, സ്വന്തമാക്കും. അതെ, കുഴിമന്തി ഇവരുടെ പേർഷ്യൻ വിഭവമായിട്ട് ആണ് അത്. ശരിക്കും അങ്ങനെയുള്ള ഒത്തിരി. അതുപോലെ ബിരിയാണി എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ് ആ ബിരിയാണി വരുന്നത്. ബിരിയാണി ഇപ്പം നമ്മുടെ അവിടെ മലബാറിൽ ചെന്നാൽ മലബാർ ബിരിയാണി, തലശ്ശേരി ചെന്നാൽ തലശ്ശേരി ബിരിയാണി, കൊച്ചിയിൽ ചെന്നാൽ വേറെ ബിരിയാണി. അപ്പം അങ്ങനെ നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കും. അതിലെ ദോഷവശങ്ങൾ എന്തുണ്ടോ,
ഗുണവശങ്ങൾ എന്തുണ്ടോ എന്ന് ചിന്തിക്കാതെയുള്ള ഭക്ഷണ സംസ്കാരമാണ് നമ്മൾ. അതാണ് പ്രശ്നം. എക്സാമ്പിൾ ഷവർമയൊക്കെ കണ്ടില്ലേ? ഷവർമ എന്ന് പറയുന്നത്, ഞാൻ പറയും ഷവർമ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫുഡാണ്. അതിൽ വെജിറ്റബിൾ ചേരുന്നുണ്ട്, ചിക്കൻ ചേരുന്നുണ്ട്, വീറ്റ് ചേരുന്നുണ്ട്. അപ്പോൾ ഒരു ഡയറ്റ് ഫുഡാണ്. അതും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് അല്ലെങ്കിൽ ഒരു ജ്യൂസും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമാണത്. അത് നമ്മൾ കൊല്ലുന്നൊരു ഭക്ഷണമാക്കി മാറി. ഇപ്പോൾ ഷവർമ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മയണൈസ് എന്ന് പറയുമ്പം ആളുകൾ അതിനൊരു എന്തോ ഒരു വലിയ ഭീകരമായിട്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരു സാധനമാണത്. അയ്യോ ഷവർമ കഴിച്ച ആളുകൾ മരിച്ചു. ഷവർമ കഴിച്ചാൽ ആളുകൾ മരിക്കൊന്നുമില്ല. നമ്മൾ ആ ഒരു സ്വീകരിക്കേണ്ട കുറേ മെത്തേഡുകളുണ്ട്. ഭക്ഷണം നമ്മൾ സെർവ് ചെയ്യണമെങ്കിൽ ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ അത് ചൂടാവണം. നമ്മുടെ ഈ ഷവർമയുടെ മെഷീനിൽ ഏകദേശം ചൂടെന്ന് പറയുന്നത് 300 ഡിഗ്രിയാണ്. 300 ഡിഗ്രിയിലുള്ള ചൂടാവുന്ന ഒരു സാധനം എങ്ങനെയാണ് മനുഷ്യന് ദോഷമായിട്ട് വരുന്നത്? അത് 300 ഡിഗ്രി ഹോട്ടാണ് അതിൻ്റെത്. അങ്ങനെ തന്നെ വേണം. ചിക്കൻ അങ്ങനെ തന്നെ വേണം. ആ ചിക്കനും മയണൈസ് എന്ന് പറയുന്ന സാധനം, മുട്ട ചേർത്ത മയണൈസ്, മുട്ട പോയ്സനാണ്. മുട്ട ഏത് രീതിയിൽ കഴിച്ചാൽ പോയ്സൺ ആവുന്നു. മുട്ട ബോയിൽ ചെയ്ത മുട്ട 3 മണിക്കൂറിൽ കൂടുതൽ ചില്ലറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഏത് പോയ്സൺ വരാത്ത ആൾക്കാർക്കും ഏത് ഫുഡ് പോയ്സൺ ഇല്ലാത്ത ആൾക്കാർക്കും ഫുഡ് പോയ്സൺ ആവും. കാരണം മുട്ട അങ്ങനെ കഴിക്കാൻ പാടില്ല. മുട്ട മാക്സിമം 30 മിനിറ്റിനുള്ളിൽ കഴിച്ചിരിക്കണം ബോയിൽ ചെയ്തിട്ട്. പിന്നെ റൈസ് അതേപോലെ തന്നെ ഓയിൽ പ്രോട്ടീനും കൂടെ ചേർന്നിട്ട് അത് പുറത്ത് വെച്ചിട്ട് സാധാരണ ടെമ്പറേച്ചറിൽ നിന്ന് ഉള്ള ടെമ്പറേച്ചർ അല്ലാത്ത ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞിരിക്കണത് ആക്ച്വലി അത് പോയ്സൺ ആവും. അതേത് ഭക്ഷണ സാധനമാണെങ്കിലും അല്ലേ? മയണൈസ് മാത്രമല്ല, കേരള ഫുഡിൽ നമ്മളിപ്പം അവിയൽ, സാമ്പാർ, ഇതൊക്കെ തന്നെ 3 ഹവേഴ്സാണ് നമ്മൾ പറയുന്നത്. 2 hours to 3 hours. 3 hours അപ്പുറം വന്നു കഴിഞ്ഞാൽ അതൊരു ടെമ്പറേച്ചറിൽ ഇരിക്കണം. ഒന്നുകിൽ അത് ഒരു 70 ഡിഗ്രി ടെമ്പറേച്ചറിൽ, സെർവിങ് ടൈമിലും അത് 70 ഡിഗ്രി ആയിരിക്കണം. അതിൽ നിന്ന് താഴെ 35 ഡിഗ്രിയുള്ള ഏത് ഫുഡ് കഴിച്ചാലും മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നു. കാരണം അതിൽ കണ്ടാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കിയ ഫുഡ് നമ്മൾ കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നു. നമ്മുടെ കൈ എത്രമാത്രം വൃത്തിഹീനമായ സാധനമാണ് നമുക്ക് തന്നെ പ്രവചിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മളെ കയ്യിൻ്റെ ഉള്ളം കൈകളാണ്. എപ്പോഴും അണുക്കളുണ്ട് നമ്മളതിൽ. സാൽമോണ തൊട്ടിട്ട് അങ്ങറ്റം വരുന്ന എല്ലാ അണുക്കളും നമ്മുടെ ഈ കൈയിൻ്റെ ഉള്ളനടിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഗ്ലൗ ഒന്നും ഉപയോഗിക്കുന്നില്ല. പ്രത്യേകിച്ചും ഞാൻ പറയും, ഹോട്ടലിൽ ഉള്ളതിനേക്കാളും, സാധാരണ ഹോട്ടലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, 5 സ്റ്റാർ ഹോട്ടൽ പോലുള്ള ഹോട്ടലിലുള്ളതിനേക്കാളും വൃത്തിഹീനമാണ് നമ്മുടെ സ്വന്തം കിച്ചൺ. നമ്മൾ ഡസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഹോട്ടലിൽ ഒരിക്കലും ഡസ്റ്റർ ഉപയോഗിക്കാനേ പാടില്ല. ടിഷ്യൂ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അത് ത്രോ ചെയ്യണം എന്നാണ്. നമ്മുടെ വീട്ടിൽ ഈ ഡസ്റ്ററാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കും. ചിലപ്പം പിറ്റേന്നും ആ ഡസ്റ്റർ തന്നെ ഉപയോഗിക്കുക. അതേപോലെ കട്ടിംഗ് ബോർഡ് നമ്മൾ ഒരിക്കലും കഴുകാറില്ല. കട്ടിംഗ് ബോർഡ് ഞങ്ങൾ സാനിറ്റൈസ് ചെയ്യും. കട്ടിംഗ് ബോർഡ് ക്ലോറിൻ ഇത്ര pH ക്ലോറിൻ ഇട്ടിട്ട് നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും പാലിക്കാത്ത സ്ഥലങ്ങളിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രം. ഹോട്ടൽ ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. വീട്ടിലാണെങ്കിലും നമ്മൾ അതേ ഒരു ശുചിത്വം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും തുറന്നു വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു സാധനം ഫ്രിഡ്ജിൽ തുറന്നു വെക്കിയത്. ഞങ്ങൾ ഹോട്ടലിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് പ്രത്യേക ചില്ലറുകളും ഫ്രിഡ്ജും ഉണ്ട്. -20 സൂക്ഷിക്കേണ്ടത് നിങ്ങൾ -20 മാത്രമേ സൂക്ഷിക്കുകയുള്ളൂ. -20 ആണ് നമ്മുടെ -20 to 22 ആണ് നമ്മുടെ ഫ്രോസൺ ഫുഡുകളുടെ കീപ്പ് ചെയ്യേണ്ട. ഇത് നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജിലാണ്, നമ്മൾ ചില്ലറിലാണ് മീറ്റ് വെക്കുക. വേഗം എടുക്കണ്ടേ? മറ്റേത് തോയ്യണം. രാവിലെ സ്വാഭാവികമായിട്ട് രാവിലെ ജോലിക്ക് പോകുന്ന ഒരാളാണ്, അവർ മീറ്റ് ഫ്രീസറിനകത്ത് വെച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണത്. പിന്നെ അത് തോയ്യണമെങ്കിൽ കുറേ സമയം പിടിക്കും. അപ്പോൾ രാത്രി തന്നെ എടുത്തിട്ട് ചില്ലറിലേക്ക് വെക്കും. അതിൽ തന്നെ ഉണ്ടാവും തുറന്നു വെച്ച പച്ചക്കറികൾ, തുറന്നു വെച്ച ചോറുണ്ടാവും. ചോറ് ഭയങ്കര പോയ്സനാണ്. വേവിച്ച ചോറ് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത് അന്നേരം എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. സ്ലോ പോയ്സനാണ് അതൊക്കെ. നമുക്ക് ഭാവിയിൽ പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഈ ചേച്ചി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഒരുപാട് ക്വിസീൻസ് നേരിട്ടറിഞ്ഞ് ആദിവാസി മേഖലയിലൊക്കെ പോയി, അതും ജീവിതത്തിൽ വളരെ നേരത്തെ അല്ലേ, 23 വയസ്സിൽ പോയി അവിടെ ചെന്ന് നേരിട്ട് കണ്ട് അവരുടെ അടുത്ത് കുറേ റെസിപ്പീസ് പഠിച്ച ആളാണ്. അത് എങ്ങനെയാണ് ചേച്ചി അത് സ്വന്തമായിട്ട് അതിലെങ്ങനെയാണ് പരിവർത്തനം ചെയ്തിട്ടുള്ളത്? അത് ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു കോഴീനെ കോശി എന്ന് പറയാം. കോഴി ചുട്ടതെന്ന് പറഞ്ഞ സാധനമുണ്ട്. ആദിവാസികളുടെ തനത് റെസിപ്പിയാണ് നമ്മളത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചാർക്കോളിൽ തന്നെയാണ് നമ്മളത് ഡയറക്റ്റ്. നമ്മൾ പറയും ആദിവാസികളൊക്കെ ഡയറക്റ്റ് ചാരത്തിൻ്റെ ഉള്ളിൽ പൂത്തി ചുട്ട് കഴിക്കുന്നവരൊന്നും അല്ല അവർ. അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണയാണ്. അവർ ഞാൻ ഇരുളർ, മലമ്പണ്ടാരങ്ങൾ,
പിന്നെ പണിയർ. ഈ പണിയറൊക്കെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ ആദിവാസിയിലെ ചില സമൂഹങ്ങൾ അങ്ങനെ ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല. കാട്ടിലെ കിഴങ്ങുകളൊക്കെ പച്ചക്കൊക്കെ കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. അതിൽ കുറച്ച് ചോലനായ്ക്കർ, എക്സാമ്പിൾ ചോലനായ്ക്കർ എന്ന് പറയുന്നത് അധികം ഗുഹയിൽ നിന്ന് പുറത്തു വരാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ. അതിപ്പം അവർ ജീവിക്കുന്നത് ഇപ്പം ഇടുക്കിയിൽ കുറച്ച് ആൾക്കാരുണ്ട് തോന്നുന്നു. പിന്നെ നിലമ്പൂർ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു 40ഓളം കുടുംബങ്ങളുണ്ട്. പക്ഷെ അവിടെ ഞാൻ ചെന്നിട്ട് എനിക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഇവർ സമ്മതിച്ചില്ല. ഭയങ്കര അവർ ഇതിനകത്ത് ജീവിക്കുന്നത് എന്ന് വിചാരിച്ച് വയനാട്ടിൽ വന്നപ്പം വയനാട്ടിലെ ആദിവാസികൾ ഈ മലമ്പണ്ടാരങ്ങളും ഇരുളരും പണിയരും വളരെ ഇതാണ്. അവർ ഫ്രണ്ട്ലിയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട്. അപ്പോൾ അവരുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത്, സൂക്ഷിക്കുന്ന രീതിയൊക്കെ എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും നിർവചിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവർ സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. നമ്മളിപ്പം അരിയിൽ ഒരു കുറച്ച് നാളിരിക്കുന്ന സമയത്ത് അതിൽ ചെള്ളൊക്കെ വരും അല്ലേ, പ്രാണികളൊക്കെ വരും. ഇവർ ഈ വർഷത്തത് അടുത്ത വർഷം എടുക്കുന്നതിൽ പോലും അവരുടെ ഇതിൽ കേടുവരുന്നില്ല. അതിൽ ബേസിൽ ലീഫ്, നമ്മുടെ പുൽത്തൈലത്തിൻ്റെ ഇല, പുൽത്തൈലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ലെമൺ ഗ്രാസിൻ്റെ ലീഫ്, ഈ പിന്നെ ഗ്രാമ്പൂയുടെ ഇല, ഇതൊക്കെ ഇട്ടിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. പിന്നെ അതേപോലെ അവർ തേനിലിട്ടിട്ടാണ് പല പഴങ്ങളും സൂക്ഷിക്കുന്നത്. കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ ഒരു സമയത്ത് ഇഷ്ടംപോലെ കിട്ടും. ഈ മുട്ടിപ്പഴം എന്നൊക്കെ പറഞ്ഞ സമയം ഈ ഒരു സമയത്താണ് ഉണ്ടാവുക, മഴയുടെ സമയത്ത്. അപ്പോൾ അത് 2-3 മഴ കഴിയുമ്പോഴേക്കും അത് താഴെ വീഴും, പൊഴിഞ്ഞ് താഴെ വീഴും. അത് മൂട്ടിൽ നിന്ന് തുടങ്ങി അങ്ങ് ആകാശം വരെ പഴങ്ങളായിരിക്കും, നല്ല ചുമന്ന കളറുള്ള പഴങ്ങൾ. ഒരു പുളിയും മധുരമായിട്ട് നമ്മുടെ ലിച്ചിയോട് സമാനമായിട്ടുള്ള പഴമാണത്. അപ്പോൾ ഈ സാധനങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ അവർ സൂക്ഷിക്കുന്നത് തേനിലിട്ടിട്ടാണ്. അത് ഭരണിയിലൊന്നുമല്ല, മണ്ണിൻ്റെ പാത്രത്തിൽ അങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. അതിനകത്ത് തന്നെ ഇതേപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ ഇല, ജാതിക്ക, ഈ കാട്ടിൽ കിട്ടുന്ന പല, അതുപോലെ കാട്ടുകുരുമുളക്, ഇത് കാട്ടുജീരകം, കാട്ടുകടുക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ആളുകൾ എന്തിനാണ് ഈ പ്രിസർവേറ്റീവും കളറും വിഷവും ചേർക്കുന്നത്? അന്നുള്ളവർ ഇതൊന്നും ചേർക്കാതെ വർഷങ്ങൾ ഉപയോഗിച്ചില്ലേ. എക്സാമ്പിൾ നമ്മുടെ റാഗി 50 കൊല്ലത്തോളം യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവും ഇല്ലാണ്ട് സാധാരണ സൂക്ഷിക്കാൻ പറ്റുന്നൊരു വിത്ത് വർഗ്ഗമാണ് റാഗി. 50 വർഷം വരെ അത് സൈലൻ്റായിട്ടിരിക്കും നമ്മുടെ കയ്യിൽ. മണ്ണിൽ വീണ് സാധാരണ സാഹചര്യത്തിലേക്ക് അതിന് മുളയ്ക്കേണ്ട സാഹചര്യത്തിൽ വന്നാൽ മാത്രമേ അത് മുളയ്ക്കുകയുള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. നമ്മൾ ഒരുപാട് പഠിച്ചു, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വളരെ അതിവിദഗ്ധരാണ് അല്ലേ, ന്യൂ ജനറേഷൻ പ്രത്യേകിച്ച്. പക്ഷേ ഇതൊക്കെ വന്നപ്പോഴും, സാങ്കേതിക വിദ്യകൾ അതിഗംഭീരമായിട്ട് വളർന്നപ്പോഴും നമ്മൾ ഭക്ഷണ സംസ്കാരത്തിനെ കുറിച്ച് കുറെ താഴോട്ട് പോയി. ഭക്ഷണം വെറും ബിസിനസ്സായി അല്ലേ, ബിസിനസ്സായി. ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ ചിന്തയില്ലാത്തവരായി അല്ലേ, എന്ത് കഴിക്കണം, ഏത് നേരത്തെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതിൽ നിന്നൊക്കെ നമ്മൾ മാറ്റം വരുത്തി. അത് കാരണം എന്തുണ്ടായി, ഒരു തലമുറ ആരോഗ്യമില്ലാത്ത ആളുകളായിട്ട് ജീവിക്കാൻ തുടങ്ങി. നമ്മൾ 100 പേരെടുത്താൽ 99 പേരും പല്ലിന് അസുഖമുള്ളവരാണല്ലേ, എക്സാമ്പിൾ. ബാക്കിയുള്ളൊക്കെ അസുഖം പോട്ടെ, 100 പേരെടുത്താൽ പല്ലിന് ഹോൾസ് ഇല്ലാത്ത ഒറ്റ ആളില്ല, പറ്റില്ല ഓട്ടയടയ്ക്കാത്ത ഒരാൾ പോലും കാണാൻ പറ്റില്ല, 100 പേരെടുത്താൽ. അതുപോലെ തന്നെ 1000 പേരെടുത്താൽ 800 പേരും ഷുഗറും പ്രഷറോ കൊളസ്ട്രോളോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാത്തവർ ആയിട്ടില്ല. നേരെ മറിച്ച് ഒരു 60 വയസ്സ്, 70, 80 വയസ്സുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന അവരോട് ചോദിച്ചാൽ അവർക്ക് ഇപ്പോഴും പല്ലിന് അസുഖമില്ല. എൻ്റെ ഒരു അമ്മാവനുണ്ട്, 92 വയസ്സായി, ഇപ്പോഴും ആൾ പാടത്ത് പോകും. ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മെമ്മറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെമ്മറി ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. നേരെ മറിച്ച് ഇന്നത്തെ ഒരു 40-നും 50-നും അല്ലെങ്കിൽ 30-നും 40-നും ഇടയ്ക്കുള്ള ജനറേഷൻ എടുത്തു നോക്കിയാൽ എല്ലാവരും രോഗികളാണ്. അവർ ബാക്കി എല്ലാ കാര്യത്തിലും, മോഡേൺ ഡ്രസ്സുകളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ലൂയിസ് ഫിലിപ്പോ, പീറ്റർ ഇംഗ്ലണ്ടൊക്കെ അവരിടുക. പക്ഷേ അവരുടെ ഭക്ഷണ കാര്യത്തിൽ അവരിപ്പോഴും ബോധവാന്മാരല്ല. അത് നടക്കാത്തിടത്തോളം കാലം ഇനി ഒരു ആരോഗ്യമുള്ള തലമുറയെ നമുക്ക് പ്രതീക്ഷിക്കുക വേണ്ട. അല്ല, എൻ്റെ ഒരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ചേച്ചിയുടെ ആരോഗ്യ പരിപാലനം ചേച്ചിയോട് സംസാരിച്ചപ്പോൾ രസകരമായിട്ട് തോന്നി. ദിനചര്യ അതൊന്ന് അതെ, ഞാൻ എപ്പോഴും ഇന്നും എന്നും ഇപ്പം ഇവിടെ വന്നിട്ടാണ് എൻ്റെ റൊട്ടീനായും പിള്ളേരോട് ഞാൻ പറയും, എൻ്റെ റൊട്ടീനൊക്കെ മാറി. ഞാൻ രാവിലെ കൃത്യം 4:30 എഴുന്നേൽക്കും. കാരണം 5:30 എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. 30 മിനിറ്റ് ഞങ്ങളുടെ അവിടെ തന്നെ ഞാൻ നടക്കാൻ പോകും. അത് കഴിഞ്ഞ് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ദിവസം 6 കിലോമീറ്ററോളം ഞാൻ നടക്കുന്നുണ്ട്. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നടക്കണം. താഴെ പോയിട്ട് ഞാൻ നടന്നിട്ടാണ് തിരിച്ച് മുകളിൽ വരിക. അവിടുത്തെ എല്ലാ വർക്കും കഴിഞ്ഞ് 5 മണിക്ക് ഞാൻ റൂമിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാൻ പോകും. ഒന്നുകിൽ നടക്കും, അല്ലെങ്കിൽ 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യും. രാത്രി ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല. രാവിലെയും ഉച്ചയ്ക്കും
രാവിലെ ഉച്ചയ്ക്ക്. രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. രാവിലെ ഞാൻ ജ്യൂസ്, ഫ്രൂട്ട്സ്, അവിടെ അതെല്ലാം ഉണ്ട്. എനിക്ക് എന്താ ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ വൈകുന്നേരമായി എനിക്കൊരു ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഉറക്കം വരികയില്ല. അപ്പോൾ ഞാൻ ഇപ്പം കുറേ നാളായിട്ട് ഈ റൊട്ടീനായിട്ട് ഞാൻ പാലിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് ഇത്രയും തടി ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ ഭക്ഷണം കഴിക്കാതെ കിടന്ന മോള് ചോദിക്കും, അമ്മ എന്താ അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത? അമ്മയ്ക്കൊരു പ്രശ്നമില്ല ഭക്ഷണം കഴിക്കാഞ്ഞിട്ട്. എനിക്ക് വെള്ളം മാത്രം കുടിച്ചാൽ മതി. രാവിലെ ഭക്ഷണം കഴിക്കണം. രാവിലെ എനിക്ക് നിർബന്ധമാണ് ഭക്ഷണം. മധുരമിടാത്ത ചായയോ കാപ്പിയോ. കാപ്പിയാണ് എനിക്ക് ഇഷ്ടം. മധുരം ഉപയോഗിക്കാറില്ല. മധുരം നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പം ഞാൻ മധുരം ഉപയോഗിക്കുക. പായസം ഇഷ്ടംപോലെ കുടിക്കുന്ന ആളായിരുന്നു. അപ്പം ഞാൻ കുടിക്കാറില്ല. കാരണം ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി, ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലോകത്ത് ആരും എന്നെ ശ്രദ്ധിക്കില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ആളുകൾ എന്നെ ശ്രദ്ധിക്കും. ഞാൻ വൃത്തിയുള്ള ഡ്രസ്സാണോ ഇട്ടത്, ഞാൻ മോഡേൺ ആയിട്ടാണോ നടക്കുന്നത്, ഞാൻ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ എന്നെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച്. ലോകത്തൊരാളും ഒരാളുടെ ആരോഗ്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കില്ല, അല്ലേ? വേറെ ഒരാളും ചോദിക്കുക പോലും ഇല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ കാണുമ്പോൾ പറയും, നീ നല്ല ഡ്രസ്സാണല്ലോ, ഇത് നന്നായിട്ടുണ്ടല്ലോ. അപ്പം ഗായത്രീനെ കണ്ട, ഗായത്രി നല്ല ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഗായത്രിക്ക് ആരോഗ്യം ഉണ്ടോ എന്നുള്ളത് ആരും നോക്കില്ല. അപ്പോൾ ആ ഒരു ഇത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ചതിയാണെന്ന് പറയും ഞാൻ. നമ്മൾ മോശമായുള്ള ഭക്ഷണ സംസ്കാരത്തെ വളർത്തുന്നത് എന്നോട് തന്നെ, അതിൽ എനിക്ക് എന്നോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്. ചേച്ചി ഒരു ഷെഫ് ആവുക എന്നുള്ളത് ആദ്യം സ്വപ്നം കണ്ടു തുടങ്ങിയത് സോവിയറ്റ് യൂണിയൻ മാഗസീൻ. അച്ഛൻ സോവിയറ്റ് യൂണിയൻ മാഗസീൻ വരുത്തിയിരുന്നു. ആക്ച്വലി അച്ഛൻ ഞങ്ങൾക്ക് വാങ്ങിത്തരുന്നത് എങ്ങനെയാ വെച്ചാൽ പുസ്തകം പൊതിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അച്ഛൻ വായിക്കും അത്. അച്ഛൻ എവിടെ നിന്നാണ് കിട്ടുന്നത് എനിക്ക് ഇന്നും അറിയില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ആളുണ്ടായിരുന്നു, അദ്ദേഹം വരുത്തിക്കുന്നതാണ്. അച്ഛന് നന്നായി വായിക്കുമായിരുന്നു അച്ഛൻ. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ സ്കൂളിൽ പുസ്തകം പൊതിയാനായിട്ട്, കാരണം അധികം മഴ വന്നാൽ അത് അന്നൊന്നും ബാഗൊന്നും ഇല്ലല്ലോ പറ്റൂല. അപ്പോൾ ഈ വെള്ളം നനയില്ലേ ഈ പുസ്തകം. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ 2 ഇതിട്ടിട്ടാണ് അച്ഛനാണ് പൊതിഞ്ഞു തരിക പുസ്തകം. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ അതിലാണ് ഞാൻ ആകെ കണ്ടിട്ടുള്ളൊരു ക്യാപ്പ് ഇട്ടെ. പിന്നെ അല്ലാണ്ട് കണ്ട ചിത്രം ഓർമ്മയുണ്ടോ? ഇന്നും ഓർമ്മയുണ്ട് എനിക്ക് ആ ചിത്രം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒന്ന് നമുക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആർക്കും അതിനെ മായ്ക്കാൻ പറ്റില്ല. അതൊരു തെളിയിച്ച ആളാണ് ഞാൻ. അന്ന് മലയാളികളാരും അങ്ങനെ മലയാളികളൊന്നും ഇല്ല. സാധാരണ കൈലി ഉണ്ടാവും. ഞങ്ങളുടെ അമ്മയുടെ നാട്ടിൽ ഒരു ദിവസം പാചകക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം ഒരു കേളുക്കുട്ടി പറഞ്ഞ ഒരാളുണ്ട്, രാമൻകുട്ടി, ഒരു കേളുക്കുട്ടി. അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു 9 വയസ്സൊക്കെ കാലത്ത് ഞാൻ ഇയാളൊന്ന് കല്യാണം കഴിച്ചാലോ. 9 വയസ്സുകാരി എന്ന് പറയുന്നത് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. അങ്ങനെ ചിന്തിക്കാത്തൊരു പ്രായമാണ്. കാരണം എന്താ, എനിക്ക് പാചകം പഠിക്കണം. ഇയാളെപ്പോഴും എൻ്റെ അമ്മയുടെ വീട്ടിൽ കുറേ ആൾക്കാരുള്ള വീടാണ്, കൃഷിക്കാരാണ് ഇവർ. അപ്പോൾ രാവിലെ ഇയാൾ എന്നും കാണുന്നത് ഞാൻ പുഴുക്കും കഞ്ഞി ഉണ്ടാക്കുന്നതാണ്. രാവിലെ ചേനയും കായയും ഒക്കെ പറമ്പിലുള്ള സാധനങ്ങൾ ഒക്കെ വലിയ വട്ടച്ചെമ്പിൽ അരിഞ്ഞിട്ടിട്ട് പുഴുക്കുണ്ടാക്കും. പക്ഷേ ഈ പുഴുക്കിൻ്റെ മണം ഇന്നും എൻ്റെ മൂക്കിലുണ്ട്. കാരണം അത്ര രുചികരമായിട്ടുള്ള ഒരു പുഴുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അതും കഞ്ഞി, കുത്തരി കഞ്ഞി, ബ്രാൻ ഒരിക്കലും അതിൻ്റെ തവിട് ഒട്ടും പോക്കില്ല. ആ കഞ്ഞിയും പുഴുക്കും അയാൾ തന്നെ തേങ്ങ ഒരു മറ്റേ ഇതിൽ കോർത്ത്, മുളയുടെ ഇതിൽ കോർത്ത് അടുപ്പിൻ്റെ കനലിലേക്ക്, ഇത്തിരി ഒന്നും പോരാ, ഒരിത്തിരി വേണ്ടേ, ഒരുപാട് വേണ്ട. എത്ര പണിക്കാരുണ്ടാവും, വേറെ എവിടെ നിന്നും അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല. അകത്തേക്ക് അങ്ങോട്ട് ഇടും, ഈ കനലിനകത്തേക്ക്. എന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് തട്ടിക്കളഞ്ഞ് മുളകും കൂടി ചേർത്ത് ഉരലിലിട്ടിട്ട് ഇടിച്ചിട്ടൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കും. അതൊന്നും ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്തുള്ള ഒരു ഭക്ഷണം. അത് ആരോഗ്യകരമായ ഭക്ഷണം. അതേപോലെ ഈ ആദിവാസികളുടെ കുക്കിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോൾ കാന്താരി മുളക് അവരുടെ വലിയൊരു ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമല്ല, അവരുടെ ഭക്ഷണത്തിൽ നമ്മൾ പറയും നമുക്കിപ്പം ചിക്കനൊക്കെ മീറ്റൊക്കെ അവിടെ കാട്ടിലിറച്ചിയാണല്ലോ കഴിക്കുക. കാട്ടിലിറച്ചിക്ക് ഫാറ്റ് കുറവാണ് ആക്ച്വലി. ഇതുങ്ങളെപ്പോഴും ഓടില്ലേ, നമ്മൾ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ ഇതുങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒക്കെ പോർക്കിനെയൊക്കെ വളർത്തുക എങ്ങനെയാ വെച്ചാൽ കേജ് പോലെ ഉണ്ടാക്കും, സ്ക്വയർ ആയിട്ടുള്ള. അപ്പോൾ ഇത് ഓടില്ല, അപ്പോൾ മൊത്തം ഫാറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുങ്ങൾക്ക് ഭയങ്കര കുക്കിംഗ് ടൈം വേണം. കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ഇപ്പോൾ ഈ നമ്മൾ കൊക്കിനെ കാണുമ്പോൾ ഭയങ്കര വൈറ്റ് നല്ല ഇത് പെട്ടെന്ന് വേവെന്ന് വിചാരിക്കും. കൊക്കിൻ്റെ ഇറച്ചി വേവേ ഇല്ല. അത് എത്ര നേരം വേവിച്ചാലും വേവാത്തൊരു സാധനമാണ്. കുളക്കോഴി എത്ര നേരം വേവിച്ചാലും വേവില്ല. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇതിനെയൊക്കെ കാണുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും, ഇതായിരിക്കും എന്ന് വിചാരിക്കും. ഇതിനൊക്കെ തന്നെ ഈ പറക്കുന്ന ഉയരങ്ങളിൽ പറക്കുന്ന ഇതിനൊക്കെ ഭയങ്കര മാംസത്തിന് ഭയങ്കര ഹാർഡായിരിക്കും, മസിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇവർ വേവിക്കുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഒഴുകി പോകുമല്ലോ, മറ്റേ പുഴയിലൂടെ ഒഴുകുന്ന കല്ലുകൾ എടുത്തു വയ്ക്കുക. എല്ലാ വീടിൻ്റെ മൂലയിൽ ഈ കല്ലുകളുണ്ടാവും. അത് ഞാൻ ആദ്യം തോന്നിയത് എനിക്ക് അങ്ങനെ ഒരു ഇതാണ്. ഞാൻ അവിടെ ചെന്ന് പഠിച്ചപ്പോൾ എല്ലാ വീട്ടിൻ്റെ മൂലയിൽ മലയിൽ നിന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് ഓടയുടെ മുള, ചെറിയ തരം മുളയുണ്ട്, അതിന് ഓട എന്നാ പറയാം.
ആ കുഞ്ഞ് ഈറാന്ന് പറയും നമ്മൾ, കൊട്ടയൊക്കെ മേയാൻ ഉപയോഗിക്കുന്നത്. അത് വെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കുഴി ഉണ്ടാവും. ഈ കുഴിയിൽ കുറേ മഞ്ഞളുടെ ഇല, പച്ചമഞ്ഞൾ, പിന്നെ കാട്ടിൽ നിന്ന് കിട്ടുന്ന കുരുമുളകിൻ്റെ ഇല ഒക്കെ ഉണ്ടാവും. ഈ ആദിവാസിയർ ഒരു മുളയുടെ ഇത് വെച്ചിട്ടുണ്ടാവും. ആ മുളയുടെ ഇതെടുത്തിട്ടാണ് ആ വെള്ളം കുടിക്കുന്നത്. ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഒരു പാചകം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കല്ലുകൾ കൊണ്ടുവന്നിട്ട് മരത്തിൻ്റെ റൂട്ട്, ഈ പുകയില്ലാതിരിക്കാൻ, പുകയുള്ളൊരു സാധനം നല്ലതല്ല ശരിക്കും. ആക്ച്വലി ഡയറക്റ്റ് പുകയടിക്കുന്ന ഒരു ഭക്ഷണം നമ്മൾ കഴിക്കരുത്. നമ്മൾ ക്യാൻസറിന്, അവിടെ നിൽക്കുന്ന ക്യാൻസറിനെ ഇങ്ങോട്ട് വരുത്തുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ സംസ്കാരമാണ് അത്. കാർബൺ, ഇത് ഡയറക്റ്റ് കാർബൺ അടിക്കില്ല അതിൽ, ഇവരുടെ ഭക്ഷണത്തിൽ. ചുട്ടല്ലേ അവർ കഴിക്കുന്നത്, അവർക്ക് ചുട്ട് കഴിക്കും. അവർ ഈ കല്ല്, ഈ റൂട്ട് മാന്തി എടുത്തിട്ടുള്ള വിറകുണ്ടല്ലോ നല്ല ഉറപ്പുള്ള, അതിനെ കത്തിച്ച് കണലാക്കി മാറ്റും, പുകയില്ലാണ്ടാക്കി മാറ്റും. അതിൻ്റെ മുകളിൽ ഈ കല്ല് പരത്തും. അതെന്നിട്ട് ഒന്നുകിൽ മഞ്ഞളുടെ ഇല, അതല്ലെങ്കിൽ പാളയില്ലേ, പാളയ്ക്കകത്ത് കറക്റ്റായിട്ട് പൊതിഞ്ഞ് റാപ്പ് ചെയ്തിട്ട് അതിനകത്തിട്ടിട്ടാണ് അവർ ചുട്ടെടുക്കുന്നത്. എന്നിട്ടാണ് അവർ കഴിക്കുന്നത്. ഒരിക്കലും ഒരു കരിയുടെ പുകയുടെ ഇത് അതിനകത്തേക്ക് കയറില്ല. അപ്പം നമ്മൾ വിചാരിക്കും അവരങ്ങനെയല്ലേ കഴിക്കുന്നത്, അപ്പോൾ അവർ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. റാഗി കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കും, ഉപ്പൊന്നും ഇടൂല. റാഗി കൊണ്ടുവന്നിട്ട് അരച്ച്, പക്ഷേ റാഗി അരച്ചിട്ട് അവരതിൻ്റെ സ്കിന്ന് കളയുന്നുണ്ട്, മുഴുവൻ സ്കിന്ന് കളയുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കും പോലെ അല്ലേ. അത് കുത്തി ആദ്യം ഒരു തരം മറ്റേ മരത്തിൻ്റെ ഉരൽ പോലത്തെ കുഴിയുണ്ട്, ഒരക്കുഴി നിലത്ത് തന്നെയാണത്. അതിലിട്ട് ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് എൻ്റെ സ്കിന്നൊക്കെ പോകും. എന്നിട്ട് അത് സോക്ക് ചെയ്ത് വെക്കും വെള്ളത്തിൽ. 8 hours and 12 hours അവർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ശരിക്കും ആക്ച്വലി ഞാൻ പഠിച്ച രീതിയിൽ പറയുകയാണെങ്കിൽ 18 മണിക്കൂർ എന്ത് സീഡാണെങ്കിൽ, ഇപ്പോൾ ചാമ ആയിക്കോട്ടെ, ഫ്ലെക്സ് സീഡ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു 18 മണിക്കൂർ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ചിട്ട് അതിലുള്ള ടോക്സിക്കൊക്കെ പോകണം. എല്ലാ സീഡുകളിലും ടോക്സിക്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സീഡുകൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ വേറെ ഒന്നും ആക്രമിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയാൽ തന്നെ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അന്നത്തെ നമ്മുടെ ദൈവത്തിന് ഹൈബ്രിഡ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പുള്ളി കുറച്ച് വികൃതികളൊക്കെ എന്തായാലും കാണിച്ചിട്ടുണ്ടാവും. അടുത്ത ജനറേഷൻ ഉണ്ടാവണമല്ലോ. ഒരു മുളയുണ്ടായിട്ട് അത് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ മുളയില്ല. പിന്നെ നമ്മളില്ലേ ഡോഡോ പക്ഷി ചത്തതോടുകൂടി, അല്ലെങ്കിൽ ഡോഡോ പക്ഷി ഇല്ലാണ്ടായതോടുകൂടി ആ മരവും ഇല്ലാണ്ടായി. അപ്പോൾ പ്രകൃതിയുടെ കുറേ കാര്യങ്ങൾ പുള്ളി അന്നേ വളരെ നല്ല രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇപ്പം ബദാം പറയുമല്ലോ, നമ്മൾ ബദാം കഴിക്കുമ്പോൾ സ്കിന്ന് കഴിക്കരുത്, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ ബദാമിൻ്റെ തൊലിക്കകത്ത് അല്പം ടോക്സിക് ഉണ്ട്, നമുക്ക് ദോഷകരമായിട്ടുള്ള ഇതുണ്ട്. അത് വെള്ളത്തിലിട്ട് കുതിർക്കുന്ന സമയത്ത് പിന്നെ ബദാം ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ മുളയ്ക്കാനുള്ള സാഹചര്യത്തിലേക്ക് വന്നു. ഞാൻ എൻ്റെ മുളയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിലിട്ട് കുതിർക്കുമ്പോൾ സ്വാഭാവികമായും സാഹചര്യം മാറിയല്ലോ. അപ്പോൾ അതിൽ നോർമലി അതിൻ്റെ ടോക്സിക് പോവും. അപ്പോൾ ആ സ്കിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് അത് കഴിക്കുന്നത്. അങ്ങനെ അതേപോലെ തന്നെ റാഗിയുടെയൊക്കെ സ്ഥിതി. റാഗി എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്തെ തൊലി നമുക്ക് ഒരിക്കലും ദഹിക്കുകയില്ല. പുറത്ത് റാഗിയുടെ തൊലി മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും നല്ല ഡൈജഷൻ സിസ്റ്റം ഉള്ളത് പശുവിനാണ്. 2 ടൈം അതായത് ഇറക്കിയിട്ടാണ് അത് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. പക്ഷെ എന്നാലും തക്കാളി കഴിച്ച പശു ചാണകം ഇട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് തക്കാളി മുളച്ച് വരാറുണ്ട്. തക്കാളിയുടെ കുരു ഇല്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ഇൻസൈഡ് ഓഫ് ഹോട്ട് തട്ടിയിട്ടും ആ സാധനം നശിച്ചിട്ടില്ല. 2 പ്രാവശ്യം അയവിറക്കിയിട്ടും അത് നശിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ സീഡ് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുമോ? നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് അത് മീത്തൈൽ ഗ്യാസായി അത് നേരെ കുടലിലേക്ക് തള്ളും. ഈ ദഹിക്കാത്ത സാധനത്തിന് എപ്പോഴും ശരീരം കുടലിലേക്ക് തള്ളി അവിടെ ഇടും. അവിടെ ഇട്ടിട്ട് അത് മീത്തൈൽ ഗ്യാസ് ആക്കി. അപ്പം നമ്മൾ പറയും, റാഗി ഞാൻ കഴിച്ചു, എനിക്ക് ഗ്യാസാണ്. റാഗി ഗ്യാസൊന്നുമല്ല, റാഗിയുടെ സ്കിന്നാണ് നമുക്ക് കഴിക്കേണ്ട രീതിയിൽ കഴിക്കാത്തതുകൊണ്ടാണ്. അതെ. ചേച്ചി ശരിക്ക് സെലിബ്രിറ്റി ഷെഫാണ്, സെലിബ്രിറ്റികളുടെയും ഷെഫാണ്. ഒരുപാട് സെലിബ്രിറ്റികൾക്ക് ഭക്ഷണം വിളമ്പി അല്ലെ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുള്ള ആളാണ്. ഒരുപാട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് തിരിച്ചു വരാം. സെലിബ്രിറ്റി ഷെഫായ ഷെഫ് ലത കുനിയിൽ, ഷെഫ് ലതയുമായിട്ടുള്ള നമ്മുടെ കോൺവെർസേഷൻ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.